ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇമ്മനെങ്ങനെ എൻ്റെ അമ്മ വീട്ടിലത് കണ്ടു കേട്ടോ. അപ്പം, പൊടിച്ചമ്മന്തി, സാമ്പാർ, പുട്ട്, മീൻകറി, മുട്ടായി സോണ്ടവേ, പിന്നെ പഴം, ഉരുളക്കിഴങ്ങ് കറി. എന്താ അല്ലേ. ആദ്യം ഞാൻ അപ്പവും ചമ്മന്തിയും സാമ്പാറും ഇട്ടൊരു പിടിയങ്ങ് പിടിച്ചു കേട്ടോ. അതിനുശേഷം പുട്ട് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുട്ടും മുട്ടയും മീൻകറി ആദ്യം കഴിച്ചു, ഉരുളക്കിഴങ്ങ് തൊട്ടില്ല, സാമ്പാർ അതിനോട് കുറച്ച് കഴിച്ചു. പിന്നെ അവസാനം ഒരു പഴവും കുറച്ച് മുട്ടയും കൂടി ചേർത്ത് ആ വിശ്വവിഖ്യാതമായ ലക്ഷൂറിയസ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് അവസാനിപ്പിച്ച്. ഇത്രത്തോളം ലക്ഷൂറിയസ് അല്ലായിരുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതും വിശ്വവിഖ്യാതമായത് തന്നെയാണ്. കാരണം ചോറും മീൻകറിയും, അധികം വേവാത്തൊരു കപ്പയും, എൻ്റെ മോനെ ആ ഉണക്കമീൻ, കരിവാടും കപ്പയും മീൻകറി, അത് വേറെ ലെവൽ കോമ്പിനേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കൂടെ ശകല നെത്തോലിത്തോനും കൂടി ആയപ്പോൾ സീനേ മാറി. പക്ഷേ ഉള്ളത് പറയല്ലേ, ഈ സദ്യ കൊണ്ടുപോയത് വേറെ ആരുമല്ല മോനെ, ആ ഉണക്കമീനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അവസാനം വരെ അങ്ങനെ മാറ്റി വെച്ചതിൻ്റെ ടേസ്റ്റ് മാക്സിമം ആസ്വദിച്ചാൽ കഴിച്ചു. എടാ, അടുത്ത ഈ ലഞ്ച് ഉണ്ടോ? ഈ ലഞ്ചിൽ ഞാൻ ശരിക്കും കബളിക്കപ്പെട്ടെ. ആ വട്ടത്തിൽ പൊരിച്ച് വെച്ചേക്കുന്ന സാധനം കണ്ടോ, അത് ചൂരയാണെന്നും പറഞ്ഞ് ഞാൻ അത് കഴിച്ചു നോക്കി. അതൊരു വെജിറ്റബിൾ ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അവിയലും മീൻകറിയും പൊരിച്ച മീനും കപ്പയും കൊള്ളാം, അത്ര കേടില്ല. പക്ഷേ വല്ലാത്തൊരു സ്കാം ആയിപ്പോയത്.